പീതാംബരം കരവിരാജിതചങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ ച മനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളും. പേര് ദക്ഷയാഗം കഥ. അവസാന ഭാഗത്ത് ഭഗവാൻ ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് വേണ്ടത് എന്ന് എല്ലാവരെയും പറഞ്ഞ് കേൾപ്പിച്ചു. ശരിക്കും ദക്ഷയാഗം കഥയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അതാണ്. വിഷ്ണു ഭക്തന്മാർ, ശിവഭക്തന്മാർ, സ്വാമി ഭക്തന്മാർ ഈ വ്യത്യാസം കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ ഭക്തിയുടെ മാറ്റ് വളരെയധികം കുറയും. അങ്ങനത്തെ ഭക്തിയൊക്കെ ലോകത്തിലുണ്ടോ എന്നൊരു പക്ഷേ സംശയം വരാം. ഉണ്ട്. അതിന് ഉദാഹരണമാണ് ധ്രുവൻ. ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന ധ്രുവൻ ശുദ്ധമായിട്ടുള്ള ഭക്തി കാരണം ഭഗവാനിൽ ചേർന്നു. ഏത് പ്രായത്തിൽ കൂടി നോക്കണം. 5 വയസ്സ് പ്രായത്തിലാണ് ആ കുട്ടി തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചത്. ബഹുവർഷം കൊണ്ട് കഠിനതകൾ സഹിച്ച്, വിഷമങ്ങൾ സഹിച്ച് എത്തിച്ചേരേണ്ടതായ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ കുട്ടി 5 മാസം കൊണ്ട് എത്തി എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ്? കുട്ടിയുടെ ശുദ്ധമായ ഭക്തിയുടെ മാറ്റ്, അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണ് നേടിയത് എന്നാണ്. അടുത്ത അധ്യായം മുതൽക്ക് കുറച്ചും കൂടി സൃഷ്ടിയെ വർണ്ണിച്ചു. ഈ സൃഷ്ടി വർണ്ണനം വളരെ പ്രധാന. അതിന് വളരെയധികം പറഞ്ഞു. അതിലൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, നല്ല സൃഷ്ടി ഉണ്ടായി, ചീത്ത സൃഷ്ടി ഉണ്ടായി. സനകൻ, നാരദൻ, ഋഭു, ഹംസൻ ഇവരൊക്കെ നല്ല സൃഷ്ടികളാണ്, ഭക്തന്മാർ, ജ്ഞാനികൾ. അതോടൊപ്പം തന്നെ ചീത്ത സൃഷ്ടി ഉണ്ടായി. ക്രോധം, ദുരുക്തി. ദുരുക്തി എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറയുക. ദുരുക്തി വേണ്ടാത്തത് പറയുക. ഉക്തി പറയൽ, ദുരു ചീത്ത. അപ്പം ചീത്ത പറച്ചിൽ, വേണ്ടാത്തൊക്കെ പറയുക. കലി ഉണ്ടാക്കി എന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ കലി ഉണ്ടാവുന്നത്. പിന്നെ ഭയം, മൃത്യു ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടതാട്ടോ. കലി ഉണ്ടാച്ചാൽ എന്താ ഉണ്ടാവുക? വേണ്ടാത്തത് പറയും ഇല്ലേ? വേണ്ടാത്തത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭയം. ശരി, ഞാൻ പറഞ്ഞു കേട്ടോ, ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടാവുക? അതാണ് ഭയം, മൃത്യു. ചിലപ്പോൾ വേണ്ടാത്തത് പറഞ്ഞാൽ എന്തുണ്ടാവും? കയ്യാങ്കളി ഉണ്ടാവും അല്ലേ? നിയമസഭയിലൊക്കെ കയ്യാങ്കളി അല്ലേ? അവർക്കും കൂടി കയ്യാങ്കളിയാണ്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരെണ്ണത്തിൻ്റെ കാറ്റ് പോയി എന്ന് വരും അല്ലേ? അതാണ് മൃത്യു. അപ്പോൾ ചീത്ത സൃഷ്ടിയുടെ ഫലമായിട്ട് ക്രോധം, ഹിംസ അല്ലേ? വേണ്ടാത്തത് പറയൽ. അതിൻ്റെ ഫലമായിട്ടുള്ള ഭയം, പരസ്പരം ശാരീരിക ആക്രമണം, മൃത്യു. ഇതൊക്കെ ചീത്ത സൃഷ്ടി ഉണ്ടായി. ആ ചീത്ത സൃഷ്ടിയുടെ ഫലമായിട്ടാണ്, അതിൻ്റെ ഒരു സ്ഫുരണം എന്ന നിലയ്ക്കാണ് ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാർ. ഒന്ന് സുരുചി, ഒന്ന് സുനീതി. നല്ല ആ ഭാവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സുനീതി. കുറച്ച് മായ, അഹങ്കാരം ഇതിൻ്റെയൊക്കെ ഭാവത്തിലുള്ളതായിട്ടാണ് സുരുചി. അപ്പോൾ നല്ലതും ചീത്തയും. ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു. എന്താണ് ഈ ഉത്താനപാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഉത്താനം യസ്യ പാദം സ ഉത്താനപാദ. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? കാര്യങ്ങളെ തല കീഴായിട്ട് കാണണോരത്ര ഉത്താനപാദന്മാർ. അപ്പം നമ്മളൊക്കെ ഉത്താനപാദന്മാരാ. ആത്മീയ അർത്ഥത്തിൽ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ തല കീഴായിട്ട് കാണണം. ആൾക്കാരെ തല കീഴായിട്ട് കാണണമെന്നില്ലല്ലോ, ഇല്ല. പക്ഷേ വേറെ വിപരീതമായിട്ട് കാര്യങ്ങളെ കാണുന്നു. ഉള്ള ഈശ്വരനെ കാണുന്നില്ല. ഉണ്ടോ? ആരെങ്കിലും കണ്ണാൽ അപ്പോൾ ഈ കുഴപ്പമുണ്ടാവുമോ? ഇല്ലാത്ത പ്രപഞ്ചത്തെ കാണുന്നു. ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു അവരെയാണ് എന്തു പറയുക? ഉത്താനപാദ മഹാരാജന്മാർ എന്ന് പറയുക. നമ്മളൊക്കെ ഉള്ള പ്രപഞ്ചത്തിനെ സത്യമാണെന്ന്, ഇല്ലാത്ത പ്രപഞ്ചത്തിനെ ഉണ്ടെന്ന് കാണുന്നു. അത് മാത്രമേ കാണുന്നുള്ളൂ. ഉള്ള ഈശ്വരനെയോ കാണുന്നില്ല. അങ്ങനത്തെ ഉത്താനപാദന്മാർക്കൊക്കെ ഉണ്ടാവത്തില്ല 2 പത്നിമാർ. ഒന്ന് നല്ല വാസന, ഒന്ന് ചീത്ത വാസന. ശരിയല്ലേ? ഒന്ന് രാവിലെ നേരത്തെ എണീക്കണം, കുളിക്കണം, ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഇല്ലേ? രാവിലെ കിടന്നുറങ്ങരുത്. നല്ല വാസനകളൊക്കെ വരും ചിലപ്പോൾ. അതേ ശരീരത്തിൽ തന്നെ കാണാൻ എന്ത് ഈ രാവിലെ എണീറ്റിട്ട് കേട്ടെന്ന് ഉറങ്ങാൻ ചുരുണ്ട് കൂടിയിട്ട്
നല്ലോണം കുറേ കഴിഞ്ഞ് മതിയായിട്ട് എണീക്കുക. അത് ദുർവാസനയാണ്. പ്രഭാത സമയത്തൊക്കെ എണീറ്റ് ആക്റ്റീവ് ആവണമെന്നാണ് പറയുക. പിന്നെ വയ്യാച്ച കുറച്ച് കിടന്നാലും കുഴപ്പമില്ല. രാവിലത്തെ സമയമുണ്ടല്ലോ, അത് ആക്റ്റീവ് ആവുന്നതാണ് എപ്പോഴും സാത്വിക സ്വഭാവം. നമ്മൾ ശീലിച്ചു നോക്കും. ഒരു 2 ആഴ്ച, അത് ഇവിടുത്തെ വിഷയമല്ല കേട്ടോ, ഞാൻ അതിലേക്ക് കിടക്കണില്ല. നീട്ട് നോക്കിയാൽ നമുക്ക് പിന്നെ കിടക്കാൻ തോന്നില്ല രാവിലെ. സത്വാസനകൾ സുരുചി, ദുർവാസനകൾ നേരെ തിരിച്ചാണ്. സത്വാസനകൾ സുനീതി, ദുർവാസനകൾ സുരുചി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സുനീതിയുടെ മകനാണ് ധ്രുവൻ, സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ. പിന്നെ കഥയാണ് കേട്ടോ, പിന്നെ തത്വമില്ല. ഈ കുട്ടിയായിരിക്കുന്ന ഉത്തമൻ താനപാദൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കഥയൊക്കെ നമുക്കറിയാം, കൂടുതൽ വിസ്തരിക്കുന്നില്ല. ആ സമയത്താണ് കുട്ടിയുടെ നൈസർഗിക വാസന പ്രകാരം ധ്രുവൻ, സുനീതി പുത്രൻ, ഓടിപ്പോയിട്ട് അച്ഛൻ്റെ മടിയിലാണ് കയറുകയാണ്. എൻ്റെ അച്ഛനല്ലേ, എനിക്കും ഇല്ലേ അവകാശം. ഉത്തമനൊന്നും ഭാവിച്ചൊന്നുമില്ല, കുട്ടിയല്ലേ. പക്ഷേ ഉത്തമൻ്റെ മാതാവായിരിക്കുന്ന സുരുചി അതിഗർവിഷ്ഠയായിട്ട് അങ്ങോട്ട് തുടങ്ങി ഒരുപാട് അധിക്ഷേപം. ആരാ നിന്നോട് അവിടെ കയറിയിരിക്കാൻ പറഞ്ഞേ? വല്ലവർക്കും കയറിയിരിക്കാനല്ല മഹാരാജാവിൻ്റെ മടി. എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചല്ലാത്ത ഒരു കുട്ടിക്കും അവിടെ ഇരിക്കാൻ അർഹതയില്ല. എങ്ങോട്ട് ഇറങ്ങാം അവിടുന്ന്. വളരെയധികം അധിക്ഷേപിച്ച് ദേഷ്യപ്പെട്ട ആ അമ്മ ബാലമനസ്സിൻ്റെ അവസ്ഥ അറിയാതെ അഹങ്കാരം കൊണ്ട് തൻ്റെ ഗർഭമാണ് ശ്രേഷ്ഠം എന്നങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. അവിടെ ഇരിക്കണമെങ്കിലേ അസ്സലായിട്ട് അവസ്ഥ അനുഷ്ഠിച്ചിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കുക, എന്നാൽ അവിടെ ഇരിക്കാം. അല്ലാത്ത ഒരുവനും അവിടെ കയറാൻ ഞാൻ ഉള്ളിടത്തോളം സമ്മതിക്കില്ല. കുട്ടിയല്ലേ, വലിയ ആളെ പേടിയുണ്ട്. വാക്കുകൾ കേട്ടു, കണ്ണിന്ന് വെള്ളം ധാരധാരയായിട്ടുണ്ട് ഒഴുകി. അച്ഛൻ്റെ മടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത താൻ എത്ര നിർഭാഗ്യവാനാണ് എന്ന ബാലമനസ്സിന് നോവലേറ്റു. വേഗം അമ്മയുടെ അടുത്തേക്കാണ്ട് ഓടി. കുട്ടികൾക്ക് അമ്മയില്ലേ ആശ്രയം. അപ്പോഴേക്കും സുനീതിക്ക് മനസ്സിലായി എന്തോ സുരുചി ഒപ്പിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് പതിവുള്ളതാണ് അവിടെ. വേഗം മടിയിലിരുത്തി തലയിലൊക്കെ ഒന്നങ്ങനെ ഉമ്മ വെച്ചു. എന്താ കുട്ടി പറ്റിയത്? സുരുചി ചെറിയമ്മ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അല്ല എനിക്കറിയാം, അവരങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നീ ഒന്നും അങ്ങോട്ട് വിചാരിക്കേണ്ട കേട്ടോ. കണ്ടോ, നല്ല സ്ത്രീകൾക്ക് എപ്പോഴും എന്താ പറയുക, ഈ വൈരാഗ്യം, ശത്രുത, ഇത്തരം ബുദ്ധികളൊക്കെ ഉണ്ടാവില്ല. തനിക്കില്ല വെച്ചാൽ പിന്നെ കുട്ടികളൊക്കെ കൊണ്ട് ഉപദേശിക്കുമോ? നമ്മുടെ ഉള്ളിലുള്ളതല്ലേ പുറത്തേക്ക് ഉപദേശിക്കുക. അങ്ങനെയൊന്നും വലിയ ആൾക്കാരോട് നീ വിചാരിക്കേണ്ട, സാരമില്ല, ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്താ? അതാണ് ഈ സജ്ജനങ്ങൾ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെങ്ങനെ പരിഹാരം കാണാൻ അറിയോ? ഭഗവാന്റെ പാദപത്മത്തിനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിക്കുക അല്ലേ. അതാണ് വിഷ്ണുവിൻ്റെ പാദത്തെ ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം പാലാഴിമദന സമയത്ത് പറയുന്ന ശ്ലോകമാണ്. ഹരിസ്മൃതി എല്ലാ ആപത്തിനും അല്ലേ. പാലാഴിയിലാണ് താണുപോയി പന്തരപുറമൊന്നും. എല്ലാറ്റിനും പരിഹാരം എന്താ? ഭഗവത് പാദപത്മത്തെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. ഭക്തനെ സംബന്ധിച്ചൊരു 100% അനുഭവമാണ് കേട്ടോ. ലോകത്ത് കൂടെ ഓടി നടക്കില്ല ചെയ്യുക. അതുകൊണ്ടൊന്നും എത്ര ആളെ കണ്ടാലും ചിലപ്പോൾ പരിഹാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടോ? ചെറിയ സംഗതികളടക്കം നമ്മൾ നോക്കും, ഒരു സാധനം കാണാനില്ല, നമ്മൾ എത്ര തിരഞ്ഞിട്ടും കാണണില്ല. എനിക്ക് എത്ര അനുഭവം ഉള്ളതാണ് ഞാൻ പറയണത്. പരാശക്തി ഇപ്പം അത് കിട്ടണമല്ലോ, എനിക്ക് പോകാൻ നേരമായി. എവിടെയാണെന്ന് വെച്ചില്ല, ഭഗവതി ജഗദംബികയെ ഉള്ള ദിക്കിൽ എന്നെ കൊണ്ടാട് നോക്കിക്കണേ. എത്രയോ ചെറിയ സാധനം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മൊബൈലാവാം, ചിലപ്പോൾ ചെറിയൊരു റിമോട്ടാവാം, ചിലപ്പോൾ ചെറിയൊരു സാധനമാവാം, ഒരു സിമ്മാവാം. എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ സിമ്മൊക്കെ. എനിക്ക് എത്രയോ അനുഭവം ഉണ്ട്. അവിടെയാണ് നോക്കിയാൽ അവിടെ ഉണ്ടാവും. എന്നാൽ ഈ ദേവിയെ വിചാരിക്കുന്നതിൻ്റെ മുമ്പേ അവിടെ നോക്കിയിട്ടൊക്കെ ഉണ്ടാവും, കാണണ്ടേ. അപ്പോൾ എന്താ പറഞ്ഞത്? ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ഭഗവാനെ, ഭഗവതിയെ, നിങ്ങൾക്ക് ആരെ ഇഷ്ടച്ചാൽ ചിന്തിച്ചോളൂ, ഒക്കെ ഒന്ന് തന്നെയാണ്. നല്ലോണം ചിന്തിക്കാനുള്ള ദിക്കിൽ എൻ്റെ മനസ്സെത്തിക്കണേ, ഇതൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. വിശ്വാസം പൂർണ്ണമാണെങ്കിൽ അനുഭവം പൂർണ്ണമായിരിക്കും. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. അതാണ് സുനീതി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്. എല്ലാം കണ്ടു. വേണ്ടാത്ത ഒന്നും പറഞ്ഞു കൊടുക്കണില്ല. സുരുചിയെ ദേഷ്യപ്പെടാനോ സുരുചിക്ക് തിരിച്ച് പറയാനോ ഞാനും രാജാവിൻ്റെ മകനാണ് എന്ന് പറയാനൊന്നും ആ അമ്മ പറഞ്ഞു കൊടുത്തില്ല. അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആരാണ്? സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ.
അപ്പോൾ ആരാധയാദോക്ഷജപാദപത്മം, സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാദത്തെ സ്മരിക്കൂ കുട്ടി, എല്ലാ പ്രശ്നത്തിനും ഉണ്ടാവും. നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന സ്വയംഭൂമനുവിൻ്റെ കൂട്ടരാണല്ലോ ഇവരൊക്കെ. അവരൊക്കെ ഈ ലോകം മുഴുവൻ ഭരണം കൊണ്ട് നടത്തിയത് എങ്ങനെയറിയോ? ഭഗവത് പാദപത്മത്തെ ചിന്തിച്ചിട്ടാണ്. അല്ലാതെ തൻ്റെ സ്വാധീന ശക്തി, ഇപ്പൊക്കെ രാഷ്ട്രീയവും ശക്തി സ്വാധീനം കൊണ്ട് എന്ത് നേടാം, ഏത് തെറ്റിനെയും മറച്ചു വയ്ക്കാം. പണ്ട് അങ്ങനെയില്ല, ഒക്കെ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമാണ്. അത് മതി, പിന്നെ അവർക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമോ? അങ്ങനെ അതുകൊണ്ട് കുട്ടി ആ ഭഗവാന്റെ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മം മനസ്സിൽ ധ്യാനിക്കുക. അല്ലാതെ ഈ ലോകത്തിൽ ശരിയായിട്ടുള്ള ദുഃഖനിവൃത്തിക്ക് മാർഗം ഒന്നുമില്ല കേട്ടോ. തൽക്കാലമൊക്കെ പരിഹാരം കണ്ടാലും ആ ദുഃഖം വീണ്ടും വരും. ഒരിക്കലും ദുഃഖം വരാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് പാദപത്മത്തെ മുറുകെ പിടിക്കുക. ഇപ്പം ചില വാക്കുകൾ ചില ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാക്കും. ഇപ്പം നാരായണ ഭട്ടതിരി നാരായണീയ എഴുതി അങ്ങനെ കേമനാവാനുള്ള കഥ തന്നെ പറയാം. അദ്ദേഹം ആദ്യം അത്ര വലിയ അനുഷ്ഠാനമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഗുരുനാഥനായിരിക്കുന്ന അച്യുതപ്പിഷാരുടെ, അന്ന് ഗുരുവൊന്നും ആക്കിയിട്ടില്ല, രാശി പലക വെച്ചിട്ടിങ്ങനെ ഇത് വയ്ക്കുകയാണ്, രാശി വയ്ക്കുകയായിരുന്നു. അന്നന്നത്തെ ദിവസസ്ഥിതി ഗണിക്കുക ഒരു കണക്കുണ്ട് ഈ രാശിക്ക്, ജ്യോത്സ്യന്മാർക്ക്. അപ്പോൾ അവിടെ സംബന്ധത്തിന് അദ്ദേഹത്തിന് ഇന്ന ജാതി ഇന്ന സമുദായം ഒന്നുമില്ല. ഈ മേപ്പത്തൂരിനാദ്യ ശാരദ സംബന്ധം അമ്പന്തേ ഉള്ളൂ, വിവാഹമൊന്നുമില്ലല്ലോ കൊണ്ട്. അതിങ്ങനെ വിളിച്ചാകുമ്പോൾ നേരം വൈകിട്ടാണ് എണീക്കുകയും ചെയ്യുക, നേരത്തെ എണീക്കില്ല. താഴത്തെ ഇറങ്ങി ഈ രാശിപ്പലക ചാടി അങ്ങോട്ട് കടന്നു. രാശിപ്പലകയില്ല, സർവേക്കല്ലും ഇല്ല, സ്വയംഭൂ ഇല്ല. അപ്പോൾ അച്യുതപ്പിഷാരോടി പണ്ഡിതനാണ്, ജ്യോത്സ്യനാണ്, നല്ല ഈശ്വര സാധനയുള്ള ആളാണ്. കഷ്ടം, ഒരു ബ്രാഹ്മണ ജന്മം ഇങ്ങനെ പാഴാക്കിയില്ലോ. രാശിപ്പലക, ആ ഗ്രന്ഥം, ഇതൊക്കെ ചാടി കിടക്കാൻ പാടുമോ? ഒരാളെ കൂടി നമ്മൾ ചാടി കിടക്കരുത്. അതിൻ്റെ ഉള്ളിലുള്ളത് ചൈതന്യമാണ്. ഈ 10-70 കിലോ ഉള്ള പഞ്ചഭൂതത്തിനെ എല്ലാം ചാടണ്ടാവെന്ന് പറയണത്. അതിനെ ഇപ്പം ചാടിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊരു കാര്യമുണ്ട്, ചൈതന്യം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരാൾ കിടക്കുമ്പോൾ അയാളെയും കൂടി ചാടി കിടക്കാൻ പാടില്ല. ആ കാലത്തെ പൊടിയുള്ള പെലയ്ക്ക് വീഴും, അത് പ്രായോഗിക കാരണമാണ്. എന്നിട്ട് ഈ രാശിപ്പലക ചാടി കിടത്തതിനെ അധിക്ഷേപിച്ചപ്പോൾ അപ്പം ഭട്ടതിരിപ്പാടിന് തോന്നി, കഷ്ടം, ഞാൻ ഇത്രയും കാലം എൻ്റെ ജന്മം വെറുതെ പാഴാക്കി. നീ ഏതായാലും അതിന് ഭാവമില്ല. ഒറ്റ കുളി പോയിട്ട് കുളിച്ചു വന്ന് അച്യുതപ്പിഷാരുടെ നമസ്കരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് വേദവും ശാസ്ത്രവും സംസ്കൃതവും വ്യാകരണവും ഒക്കെ പഠിപ്പിച്ചു തരണം എന്നാണ് പറഞ്ഞു. അത് പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം പണ്ഡിതനായത്. ഒടുവിൽ വാതരോഗം വാങ്ങി ഗുരുനാഥന് ദക്ഷിണയായിട്ട് ആരോഗ്യം കൊടുത്ത ആളാണ്. അതുവരെ എത്തിയെന്നർത്ഥം. കർമ്മവിഭാഗത്ത് കൂടെ വേറൊരാളുടെ രോഗം നമുക്ക് വാങ്ങാമത്രേ. അപ്പം എവിടെ എത്തി ഭട്ടതിരി ആലോചിച്ച് നോക്കൂ. ഒന്നിനും കൊള്ളാത്ത ഒരാൾ, ആ ഒരു വാക്ക്, ഒരു ബ്രാഹ്മണ ജന്മം ഇങ്ങനെ പാഴാക്കിയില്ലോ എന്നുള്ള വാക്കാണ്. ഇത്രയും മാറ്റം അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് നമുക്കിന്ന് നാരായണീയം വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ അമ്മയുടെ വാക്ക് ആരാധയാദോക്ഷജപാദപത്മം, ഭഗവത് പാദപത്മത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചാൽ കുട്ടി എല്ലാ ദുഃഖത്തിനും അതൊരൊറ്റ മൂലികയാണ്. വേറെ അന്വേഷിച്ച് പോകുമൊന്നും വേണ്ട. എന്തോ ഈ കുട്ടിക്ക് അത് മനസ്സിൽ കൊണ്ടു. വേഗം തപസ്സിനായിക്കൊണ്ട് കാട്ടിലേക്കാണ് പോവുകയാണ്. പോയപ്പോൾ നാരദ മഹർഷി കണ്ടു, എന്തോ ഒരു പന്തികേട്. ഒരു കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക. 5 വയസ്സായിട്ടുള്ള കുട്ടി രക്ഷിതാക്കളില്ലാതെ അങ്ങനെ പോവുക. അത്ര ദൂരത്തേക്കൊക്കെ വീടൊക്കെ വിട്ട് കുറേ ദൂരത്തെത്തിയിട്ടുണ്ടല്ലോ. എന്താ കുട്ടി, ആരാ നീയെ, ഏതാ നീയെ? കുറച്ച സമയത്ത് നാരദനൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും നാരദൻ ജ്ഞാനദൃഷ്ടിയോണ്ട് മനസ്സിലാക്കും. ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനാണ്. ആ കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ പോവുക കാട്ടിലേക്ക്? ഉണ്ടായ കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, തപസ് ചെയ്യാൻ ഈ 5 വയസ്സായിട്ടുള്ള കുട്ടി നീ എങ്ങനെ പോയിട്ട് തപസ് ചെയ്യാനാ? തപസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ നീ മനസ്സിലാക്കി? ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം അല്ലേ? കാട്ടിൽ മഴയുണ്ടാവും, ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള വെയിലാവും, ക്രൂര മൃഗങ്ങളുണ്ട്, ഭക്ഷണം സമയത്ത് കിട്ടുമോ? ഇതൊക്കെ അറിയാതെ നീ എങ്ങനെയാണ് പോയിട്ട് തപസ് ചെയ്യുക? അയ്യേ, ഇത്ര ചെറിയ കാരണത്തിനും കുട്ടികൾക്ക് ദേഷ്യം വരാൻ പാടില്ല. അങ്ങോട്ട് വരൂ, അമ്മോട് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാൻ, മഹാരാജാവിൻ്റെ പുത്രനല്ലേ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ കുട്ടി ചോദിച്ചു, ആരാധന പക്ഷേ പല ദിക്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏത് ആപത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നതാണ് അമ്മ അടക്കപ്പനിക്ക് പറഞ്ഞു തന്നത്. അമ്മ പറഞ്ഞതിലപ്പുറം ഉണ്ടോ ചോദിച്ചാൽ എനിക്കിപ്പോൾ തൽക്കാലം തോന്നുകയാണ് വേറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഭഗവാനെ തപസ് ചെയ്ത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവാണ്ട് ഞാൻ ഇനി നാട്ടിലേക്കില്ല. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് എന്നായി ധ്രുവൻ.
നാരദന് മനസ്സിലായി ഇത് വിചാരിച്ച സാധനമല്ല, വിചാരിച്ച ആളല്ല, ഉറച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനത്തെ ഒരു കുട്ടി എന്താ വേണ്ടത്? അതിന് സഹായിക്കുക, ഇങ്ങോട്ട് സംസാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ചെയ്യുക. ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ, എന്നാ കുട്ടി തപസ്സിൻ്റെ മാർഗ്ഗമൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് തപസ് ചെയ്യാന്ന് അറിയാണ്ട് തപസ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നേരത്തെ രാവിലെ കുളിച്ച് മധുവനം എന്ന് പറഞ്ഞിട്ടുള്ള കാട് ഇതിൻ്റെ അടുത്തുണ്ട്, അവിടെ പോവുക. അവിടെ പോയിട്ട് കുളിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലിക്കോളൂ. ചെറിയ ചില പൂജാവിധികളൊക്കെ രാവിലെ ആരംഭിക്കുക. സ്തരിച്ചിട്ടുള്ള പൂജയൊന്നും കാട്ടിൽ പറ്റില്ലല്ലോ, അതിനുള്ള വിധികളൊക്കെ പറഞ്ഞു കൊടുത്തു ആവാഹിക്കുക. പഴം എന്താ കിട്ടിയച്ചാൽ അതിനെ എതിക്കുക. പിന്നെ ഭഗവാനെ ചെറിയ പൂജാവിധികളോടുകൂടി ശരകഥകളൊക്കെ സ്മരിച്ച് ശരകീർത്തനങ്ങളൊക്കെ ചൊല്ലി സർവേശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് മന്ത്രോപദേശം കൊടുക്കുന്ന സമ്പ്രദായത്തെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. മന്ത്രോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നാമം തന്നെ ആയിരിക്കും അത്. പക്ഷെ അത് ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ മന്ത്രമായിട്ട് മാറും. അപ്പോൾ ഓം നമോ നാരായണായ എന്നാവാം, ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മൾ കേട്ടതാവാം. പക്ഷേ ഗുരുവിൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അതിന് എത്രയോ കോടി ഇരട്ടി ഫലമുണ്ട് എന്നാണ്. നാമം പോയിട്ട് അത് എന്തായിട്ട് മാറും? മന്ത്രമായിട്ട് മാറും. ആ മന്ത്രവും നാമവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ കൂടെ കിട്ടുന്നതാണ്. നാമത്തിന് ഉപദേശം വേണോ? നാരായണ നാമം ചില ഉപദേശം വേണ്ട. മന്ത്രം ഉപദേശത്തിൽ കൂടെ കിട്ടുമ്പോഴാണ് ഫലിക്കുക. ഏത് മന്ത്രവും അത്, ഈ ഗായത്രി ആയിക്കോട്ടെ. അപ്പോൾ അതിനെന്താ ഗുണം? ഗുരു ജപിച്ചതായിട്ടുള്ളതിൻ്റെ എത്രയോ ഒരു അംശം ശിഷ്യന് കൈമാറുകയാണ്. അപ്പോൾ എത്ര ത്യാഗമാണ് ഗുരു ചെയ്യണം ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലുക, 1000 പ്രാവശ്യം ചൊല്ലുക, ഫലം കിട്ടത്രേ. അപ്പോൾ സംഗതി എളുപ്പമല്ല, ശരിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ഗുരുപദേശം എടുത്തിട്ട് നാമവും മന്ത്രവും നമ്മൾ ഉപാസിക്കണം എന്ന് പറയാൻ കാരണം. മാത്രമല്ല ആ മന്ത്രത്തിൽ നമുക്ക് വല്ലാത്തൊരു ആകർഷണം ഉണ്ടാവും, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. എന്ത് വന്നാലും എന്ത് വന്നില്ലെങ്കിലും ആ നാമം നമ്മുടെ നാവിന്ന് വിട്ടുപോവില്ല. അതിങ്ങനെ ചൊല്ലിയും കൊണ്ടിരിക്കുക. ചിലപ്പോൾ തീവ്രമായിട്ട് ചെല്ലും, രാവിലെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വേറെ ശ്രദ്ധയൊന്നും ഇല്ലാതെ ചെല്ലും. ബാക്കി സമയം നടന്നും കൊണ്ടും ഇരുന്നും കൊണ്ടും എപ്പോഴൊക്കെ അങ്ങനെയും ചെല്ലും. കുറച്ച് സമയം നിഷ്ഠയോട് കൂടി ചെല്ലണം, ബാക്കി എത്ര സമയമുള്ള വെച്ചാൽ അത് അല്ലാണ്ടും ചെല്ലാം. ഇങ്ങനെ ആ മന്ത്രത്തിനെ ഒരു നല്ല ഊന്നുവടിയായിട്ട്, വെള്ളത്തിൽ തുഴയാനുള്ള തുഴക്കോലായിട്ട് ആ മന്ത്രം മാറും. ഇതൊക്കെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ. നാമത്തിന് അത്രയൊന്നും ഇല്ലല്ലേ, സന്ധ്യയ്ക്ക് കുറച്ച് നാമം ചൊല്ലി. അതുപോലെയല്ല മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വലിയ കുത്തുവടി, ഊന്നുവടി ആയിട്ട് മാറണു. ഈ കുട്ടി അതേപോലെയൊക്കെ ചെയ്തു. ആ കാട്ടിൽ പോയിട്ട് ആദ്യം എന്ത് ചെയ്തു? വീണ് കിടക്കുന്ന പഴങ്ങൾ, അതാണ് ആദ്യത്തെ ഒരു മാസം വീണ് കിടക്കുന്ന പഴങ്ങൾ മാത്രം കഴിച്ചു. അത് 3 ദിവസം കൂടുമ്പോൾ ഒരു പഴം കഴിക്കും, പിന്നെ 3 ദിവസത്തിന് ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ മാസമായപ്പോഴോ ഇലകൾ മാത്രം ഭക്ഷിച്ചും കൊണ്ട് 6 ദിവസമായി. ഡ്യൂറേഷൻ കൂടി, അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം കൂടി, കാഠിന്യം കുറഞ്ഞു. 3ാമത്തെ മാസമായപ്പോഴേക്ക് 9 ദിവസം ഇടവേള കൂടി, കഴിക്കണത് വെള്ളമായി, കാഠിന്യം കുറഞ്ഞു. 12 ദിവസമായി 4ാമത്തെ മാസമായപ്പോഴേക്കും. അത് വായുവിനെ ഭക്ഷിക്കലായി. 5ാമത്തെ മാസമായപ്പോഴേക്കും ജലം ഭക്ഷിച്ചു, വായു ഭക്ഷിച്ചു. പിന്നെയോ വായുവിനെ ഉള്ളിൽ ഒതുക്കി. അപ്പോൾ ഭക്ഷിക്കേണ്ട ആവശ്യമില്ല, ഉള്ളിലെത്തിയാൽ പിന്നെ പുറത്തേക്ക് എടുക്കണോ? പുറത്തുനിന്ന് എടുക്കണോ? അങ്ങനെ 5ാമത്തെ മാസം ആയപ്പോഴേക്കും വായുവിനെ പോലും തമ്പിപ്പിച്ചു. 12 ദിവസം കൂടുമ്പോൾ ഒരു ശ്വാസം എടുക്കും. 5ാമത്തെ മാസം. അതും കഴിഞ്ഞപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭക്ഷണം എപ്പോഴും എത്രത്തോളം കാഠിന്യം കുറയണോ അത്രത്തോളം മനസ്സിൻ്റെ ഏകാഗ്രത കൂടും, നമ്മുടെ ആത്മീയ നിഷ്ഠ കൂടും എന്നാണ്. അതിനുള്ള ഫലവും കൂടും. ഇപ്പം നേരെ തിരിച്ചാൽ പണ്ടൊക്കെ അന്തരീക്ഷത്തു നിന്ന് ഭക്ഷണം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇത്രയും മനുഷ്യന്. പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായി കായ്കനികൾ, പിന്നെ അതിനെയൊക്കെ വേവിച്ച് ചിലത് ചേർത്തല്ലേ, മസാലാദികളൊക്കെ ചേർത്ത് ഒന്നും കൂടി രസാക്കാൻ പറ്റുമോ നോക്കി പാകം ചെയ്യാൻ തുടങ്ങി. പച്ചക്കറി അതേപോലെ കടിച്ച് തിന്നലായിരുന്നു ആദ്യം ശിലായുഗത്തിലൊക്കെ. മസാലകളൊക്കെ ചേർത്ത് വേവിച്ച് തീയൊക്കെ കൂട്ടി അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചും കൂടിയും കഴിഞ്ഞപ്പോൾ എന്തായി? ജീവികളെ കൊന്നു തിന്നാനും തുടങ്ങി. തപസ്സിൻ്റെ നിഷ്ഠ അത്രത്തോളം കുറയാനും തുടങ്ങി. ഇപ്പോൾ ഒക്കെ അങ്ങനെയല്ലേ? പണ്ടൊക്കെ 2 ഭക്ഷണം എത്ര. എൻ്റെ കുട്ടിക്കാലത്ത് നീ രാവിലെ ടിഫിനേ ഇല്ല,
എനിക്ക് എത്ര ഓർമ്മയുണ്ട്, 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ചായ കുടിക്കും. ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല, ശർക്കര പൊട്ടും കടിച്ചിട്ട് ചായ കുടിക്കുക എന്നല്ലാണ്ട് വിശന്നാൽ 11:30 12 മണിക്ക് ഊണ് കഴിക്കുക, രാത്രിയും കഴിക്കുക എന്നല്ലാതെ രാവിലത്തെ ടിഫിനില്ല. ഇഡ്ഡലി ചപ്പാത്തി ചായ ദോശ ഒന്നുമില്ല രാവിലെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് കൂടിയപ്പോൾ രോഗങ്ങൾ കൂടാനും തുടങ്ങി, ആത്മീയ നിഷ്ഠ കുറഞ്ഞു അല്ലേ. 18 ഇഡ്ഡലി 20 ഇഡ്ഡലിയൊക്കെ രാവിലെ തട്ടി വിട്ടാലേ ഷുഗർ എങ്ങനെയും കൂടാണ്ടിരിക്കുക. അപ്പോൾ രോഗം വരാനുള്ള കാരണം ഭക്ഷണത്തിൽ നിന്നാണെന്നാണ്, പരിധി വരെ ആവശ്യമില്ലാത്ത ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് ആത്മീയ നിഷ്ഠ പ്രകാരം ഒരുപാട് ഭക്ഷണമൊന്നും വേണ്ട, ശരീരം നിലനിർത്താനുള്ള ഭക്ഷണം എത്രയേ വേണ്ടൂ. ഇപ്പോൾ 3 നേരം ഭക്ഷണം പോയിട്ട് 11 മണിക്ക് കഴിക്കാൻ പറയുന്നുണ്ട് ചില ആൾക്കാർ. 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് ചായക്ക് വേണ്ടേ, ഒരാവശ്യമില്ല. അത് ചായ തന്നെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനമൊന്നുമല്ല ഈ ചായ. നമ്മളുണ്ടാക്കിയത് ആദ്യം ഭാരതത്തിൽ ചായ ഉണ്ടോ? 6:30 സന്ധ്യയ്ക്ക് ഒരു ചായ ആയിക്കോട്ടെ. എത്ര ഭക്ഷണം കൂട്ടണം ആലോചിച്ചു. ഈ ഭക്ഷണം കൂടുന്തോറും രോഗം കൂടും. അപ്പോൾ ആത്മീയ അനുഷ്ഠാനത്തിൽ എത്രയും കുറച്ചുകൊണ്ട് ഭക്ഷിക്കുക എന്നാണ്. ഈ വായു സ്തംഭിച്ചതായിട്ടുള്ള സമയത്ത് ദേവന്മാർ എല്ലാവരും ഭഗവാനോട് സങ്കടം പറഞ്ഞു, സർവേശ്വര വായു സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു, ഇതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പരിഹാരം കാണണേന്ന് പറഞ്ഞു. കൈയൊക്കെ ഇങ്ങനെയൊക്കെ അവിടെ നിൽക്കുകയാണേ പാവ പോലെ, ഒരു രക്ഷയില്ല. ഭഗവാനുണ്ടോ അറിയാതിരിക്കണു, ആരും പേടിക്കൊന്നും വേണ്ട. മാ ബൈഷ്ടബാലം തപസോ ദുരത്തെയോ, കഠിനമായിട്ടുള്ള തപസ് കൊണ്ട് ആ ബാലൻ തപസ് എന്തുകൊണ്ടാണ് ഈ വിധം സംഭവിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, പോയിട്ട് ആ കുട്ടിയെ അനുഗ്രഹിക്കും, അതോടുകൂടി നിങ്ങളുടെ ശ്വാസ തടസ്സവും മാറിക്കിട്ടും. യഥോ ഹിവ പ്രാണനിരോധസീൻ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പ്രാണരോധം ശ്വാസം മുട്ടൽ വന്നിരിക്കുന്നത്. ഔത്താനപാതിർ മൈസംഗതാത്മാ, ഉത്താനപാദൻ്റെ പുത്രനായിരിക്കുന്ന ധ്രുവൻ എന്നിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഈ ദുഃഖം നേരിട്ടത് എന്നും പറഞ്ഞ് ഗരുഡൻ്റെ പുറത്ത് അങ്ങനെ കയറി വേഗം മധുവനത്തിലേക്ക് അങ്ങോട്ട് വരികയാണ്. അവിടെ ധ്രുവൻ്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ശംഖചക്രഗദാപത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി അത് പറഞ്ഞ് മുമ്പിലാണ്ട് പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടി തിരോഹിതം സകസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തതവസ്തന്തദർശ. ഇവിടെ പറയുകയാണ്, ശംഖചക്രഗദാപത്മാദികളെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടിയിട്ട് മുമ്പിലാണ് പ്രത്യക്ഷമായപ്പോൾ ധ്രുവൻ കണ്ണ് തുറക്കണില്ല. കണ്ണ് തുറന്നാൽ ഉള്ളിലുണ്ട്, പിന്നെ എന്തിനാ പുറത്ത് അന്വേഷിക്കണം? ഉള്ളിലുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് പുറത്ത് അന്വേഷിക്കേണ്ട. ഭഗവാൻ തന്നെ കണ്ണ് തുറപ്പിച്ചു എന്നാണ്. കണ്ണ് തുറക്കണം, എന്നെ കാണണ്ടേ, ഇവിടെ എത്ര ബുദ്ധിമുട്ടി വന്നിട്ട് ഭഗവാൻ പ്രേരണ കൊടുത്തപ്പോൾ കണ്ണാണ് തുറന്നു. അതാ മുമ്പിലല്ലേ താൻ ധ്യാനിച്ച ശക്തി സ്വരൂപെടുത്തിട്ട് നിൽക്കണത്. ശംഖചക്രഗദാപത്മാദികളൊക്കെ ധരിച്ച നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ കാണുകയാണ്. ഇതൊരു രസമാണ് കാണാൻ. മനസ്സിൽ കാണുമ്പോൾ തന്നെ എത്ര ആനന്ദം ഉണ്ടെങ്കിൽ മൂർത്തരൂപത്തിൽ കാണുമ്പോൾ എത്ര ആനന്ദം ഉണ്ടാവും. അപ്പോൾ ഭഗവാന് തോന്നി ഈ കുട്ടിക്ക് എന്തൊക്കെയോ സ്തുതിക്കണം എന്നുണ്ട്. കുട്ടിയല്ലേ അറിയില്ല. തൻ്റെ ശംഖു കൊണ്ട് കവിളത്ത് സാവധാനം അങ്ങോട്ട് തലോടി ഒന്ന് വരച്ചു. എത്ര അർത്ഥഗർഭമായിട്ടുള്ള സ്തുതിയാണ് ധ്രുവൻ്റെ നാവിൽ നിന്ന് വന്നത്. ധ്രുവ ഉവാച എന്ന് പറഞ്ഞിട്ട് ധ്രുവൻ്റെ വല്ലൊരു സ്തുതി അവിടെ ഉണ്ടായി. ആ സ്തുതി നമുക്ക് അടുത്ത ഭാഗത്താവാം. ബന്ധപ്പെട്ട് ഓടിപ്പോയാൽ പറ്റില്ല അതൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് ധ്രുവൻ്റെ സ്തുതി മുതൽക്ക് ബാക്കി കഥ മറ്റൊരു ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.